Hello, welcome back to my channel, guys. How are you? I hope you guys are doing well. ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നാളെ ഞാൻ തിരിച്ച് സൗദിയിലേക്ക് പോകണം. എൻ്റെ വെക്കേഷൻ 30 ദിവസത്തെ വെക്കേഷൻ തീർന്നു. I don't know what I'm going to show you guys in this video. I think ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയാണ് പെട്ടിയിൽ പാക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. I don't know what I'm going to do with those things, but yes, I just really want to do this. And this is my cousin Arjun. ഇവൻ നാളെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. പിന്നെ നാളെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക തന്നെ. ഞാൻ പറഞ്ഞു ഞാൻ വന്ദേ ഭാരതിലാണ് പോകുന്നത് സൗദിയിൽ, ഞാൻ ഫ്ലൈറ്റിലല്ല പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ അവൻ വിശ്വസിച്ചോണ്ടിരിക്കുക. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക പുള്ളിക്കാരൻ. അപ്പൊ അതങ്ങനെ പോട്ടെ. അപ്പം കൊള്ളാം. See, look at here guys, so many collection of gardenia. White undu, pink undu, red undu. There are some orchid over here. White undu. Then we have some violet normal collection of orchid. Then we have this. This indoor plant aanu. I don't know the name of this plant, but it's so good actually. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ പൂജയായിട്ട് വന്നൊരു അംഗമാണ്. ഇത് സോ ഗുഡ്. ഇത് നമുക്ക് ആർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന്റെ പടത്തി വിടാൻ സാധിക്കുന്നതാണ്. ബട്ട് look at this, it started to blooming. Then we have വെരി നോർമൽ പണ്ട് തൊട്ട് എല്ലാ വീട്ടിലും ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. മഴ കാരണം കുറച്ചൊക്കെ ഒത്തിരി പോയി. പിന്നെ നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വി ഹാവ് സോ മെനി കളക്ഷൻസ് ഓഫ് ബൊഗേൻവില്ലാസ്. അതിനകത്ത് ഒരെണ്ണത്തിന്റെ പേര് മാത്രം എനിക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ പേരാണ് എന്താണ് പൂന ലാവണ്ടർ. ആൻഡ് ദിസ് ഈസ് അനദർ വൺ. ഇത് മറ്റൊരെണ്ണമാണ്. ഇത് സൂപ്പറാണ്. ഇതിന്റെ കളർ കുറച്ച് മങ്ങിയിരിക്കുക മഴയൊക്കെ കൊണ്ടിട്ട്. ഈ പ്ലാന്റ് ആണ് സൂപ്പർ സാധനം. കാരണം വെച്ചാൽ ഇതിന്റെ പേരാണ് മെലസ്ട്രോമ എന്ന് പറഞ്ഞത്. ഇതെല്ലാം വീട്ടിലുണ്ടാവുന്ന ഒരു പ്ലാന്റ് അല്ല എന്നാണ് മമ്മി പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുറെ കൊണ്ടുവച്ചതിൽ എല്ലാം കരിഞ്ഞു പോയി, പക്ഷെ ഇത് മാത്രമാണ് പിടിച്ചത്. സോ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷം വെക്കേഷൻ വന്നപ്പോൾ ഞാൻ നട്ടിട്ട് പോയതാണ്. സോ ഇതിൽ മരമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ പേരാണ് മെലസ്ട്രോമ. സോ ഗുഡ്. കാരണം ഭയങ്കര മതി. ഇഷ്ടംപോലെ മുട്ടുകൾ എപ്പോഴും കാണും. 365 days ഇതിലെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഹൈബ്രിഡ് കളക്ഷൻ ഓഫ് ബൊഗേൻവില്ല ആണ്. ഇതെല്ലാം മമ്മി മേടിച്ച് കാശ് കൊടുത്ത് ഓൺലൈൻ ബൈ ചെയ്ത് മേടിച്ചേക്കുന്ന സാധനങ്ങളാണ്. സോ ഹിയർ ഓൾസോ വി ഹാവ് സോ മെനി കളക്ഷൻസ് ഓഫ് orchids. Well, these are my recent favorite because look at this guys. Wow, so beautiful. Like 365 days ഇതിനും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊന്ന് മഴയത്താ കൂടുതൽ ബ്ലൂം ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് ഞാൻ വന്നപ്പോ ഇത്ര ഇല്ലായിരുന്നു. മഴ ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം മഴ പെയ്യാണ്. കണ്ടിന്യൂസ് മഴ ഉള്ളത് കൊണ്ട് ലൈക്ക് വളർന്നിട്ടുണ്ട് കൂടുതലായിട്ട്. ഫ്ലവേഴ്സും കൂടുതലായിട്ടുണ്ട്. സോ ഇതും അടിപൊളി സാധനം. പക്ഷെ മഴയത്തെ വാഴച്ചെടിയല്ല, മഴ കാരണം എന്റെ പൂവെല്ലാം നശിച്ചു പോയി. എല്ലാം നശിച്ചു പോയി മഴ കാരണം. നല്ല അടിപൊളി രസമാണ് കാണാൻ. പിന്നെ അവിടം തൊട്ട് ഇവിടെ വരെ ലൈക്ക് ഒരുപാട് ബൊഗേൻവില്ല. ഐ ഡോണ്ട് നോ
the names of the plants, but I know one thing is that these are the bougainvilleas owning by my mom. I don't know anything about these plants. And yes, ഇതൊരു വെറൈറ്റി ഒരു പ്ലാന്റ് ആണ്. വളരെ വീട്ടിൽ ഉണ്ടാകുന്ന പ്ലാന്റ്, ബട്ട് ഇത് ഫ്ലവർ നല്ല ഭംഗിയാണ്. I don't know ഇതിന്റെ പേര്. ഇത് എന്താണ്? മാതള നാരങ്ങ, സോറി, കമ്പിളി നാരങ്ങ. ഇത് പേരയ്ക്ക. സോ ഗൈസ്, ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. പോയാൽ അവിടെ എവിടെയൊക്കെ പോയി. പിന്നെ ഫ്രണ്ട് ക്യാമറ ഇതിനോട് ഇപ്പൊ കൂടി വരുന്നത്. നാളെ പോകുമ്പോ കർത്താവ് രാത്രി മുമ്പായിട്ട് കർത്താവിന്റെ ദൂതന്മാര് കാവലായിരിക്കണം. എന്ത് കാര്യത്തിനാണ് എന്റെ കുഞ്ഞു മനസ്സിൽ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ഹിതമാണ്. അടക്കരുത്. ഇപ്പൊ ഫ്ലാഷ് ഓൺ ആയിരുന്നു. ക്യാമറ ഓൺ ആക്കാതെ അങ്ങനെ ഫ്ലാഷ് അപ്പൊ മാറാടാ. നീ വരണ്ട, നീ തന്നെ വരണ്ട, ഞാൻ നിന്നെ നോക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കണ്ടേ? മൊത്തം നടക്കാൻ. ഹായ് ഫുഡീസ്. പനിയായി. പനിയോടെ കൊണ്ടുപോകും. വെറുതെ ഫ്രീ ആയിട്ടല്ലേ വരുന്നു. കാശ് മുടക്കൊന്നും അവിടെ നിൽക്കുമ്പോ പറഞ്ഞോ മൂലക്ക് പോയി.
അപ്പൊ ഇറങ്ങുമല്ലോ ബൈ. നിങ്ങളൊരു വന്നിട്ട് വരുന്നത് പോയിട്ട് വരാം. നിങ്ങൾ കരയുന്നതും കൂടെ ഒന്ന് വീഡിയോ എടുക്കും. ആ തട്ടു തവള എന്റെ തവളായിട്ട് പുള്ളക്ക് കയറിയില്ല, പുള്ളായിട്ട് തവളക്കും കയറിയില്ല. തേങ്ങളുടെ കാലത്ത് തിരിച്ചു പറഞ്ഞ ശരിയായില്ല. നീ അവിടെ കേടാ കൊണ്ട് വീഴുന്നത് കുഞ്ഞു നേരെ നോക്കി നീ വീണാലും അച്ഛന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിയില്ല. He did not draw a map. He shaped a nation. Today, Prime Minister Narendra എന്താടി ഉറങ്ങുന്ന കിടന്ന്? വണ്ണന്റെ ഫോൺ എടുക്കാനോ? ഹലോ, ഈ വീഡിയോയുടെ എൻഡ് ഇവിടെ ആയിരിക്കും. ഫീലിംഗ് സോ സാഡ്, ലൈക്ക് exhausted with sadness, feeling alone. Last 30 days was completely amazing with my family. As you guys know that family is like vibe,
like, I don't know how to say, to explain. ഇന്നലെ രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ വന്നു. I couldn't able to capture all videos and all. I couldn't able to record things because I was feeling so sad since the moment when I left from my home. Oh my god. It's okay, that's life, right? So being a son, my responsibility to take care of my family, right? So I have to write it. Okay, it's fine. ഞാൻ കുറച്ചൊക്കെ ആണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും പറ്റിയില്ല, പല കാര്യങ്ങളിലും ചെയ്യണമെന്നുണ്ടാകുന്നിട്ടും അത് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് I wasn't feeling good, so I didn't. So നാളെ ഡ്യൂട്ടിക്ക് പോകണം, നാളെ ഡ്യൂട്ടിക്ക് കയറണം. ചെറിയൊരു പനിയൊക്കെ പോലായി, കുഴപ്പമില്ല. become like better than like last previous hours. And yes, thank you so much for watching. I couldn't make this better. ഇതെല്ലാം വൃത്തിയായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, but it didn't happen. But because as I told you guys, I was not that much mentally good and mentally happy because the reason I told you that. Yes. Bye bye. See you guys in my next vlog. Till then, bye from Praveen. എപ്പോഴും പറയുന്നുണ്ട്, do what you love what you do. Bye bye. Enjoy this. See you in my next vlog. Bye bye.